എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഒരു സാറ്റർഡേ ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നേക്കണത്. ഉമ്മച്ചി വിളിച്ചത് ഇങ്ങനെ ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നുണ്ട് വായോന്നും പറഞ്ഞ്. അങ്ങനെ വേഗം തന്നെ അതേ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ അവർ വരും. അപ്പോൾ അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഉമ്മച്ചീൻ്റെ ആ കാലിൻ്റെ മറ്റേ തേയ്മാനവുമായി ബന്ധപ്പെട്ട് ഉമ്മച്ചി ഒരു ക്ലിനിക്കിൽ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ ആയിട്ടാ. പക്ഷെ കുറവെന്ന് പറയാനായിട്ട് ചെറിയൊരു മാറ്റം. പിന്നെ നീരിനൊക്കെ ഒരു കുറവുണ്ട്. പിന്നെ വേദനയിൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ആയുർവേദമൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പം നമുക്ക് നോക്കാം. പിന്നെ അവിടെ വരുന്ന എല്ലാവരോടൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് നല്ല മാറ്റം ഉണ്ടെന്നാണ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറിയാണ് ഞാൻ എന്തായാലും വീഡിയോയിലൂടെ പറയാട്ടോ. അപ്പോൾ അത് ഇപ്പോൾ വൈകിട്ട് ഒരു 5:30 ആയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റ്. വൈകുന്നേരം ആയപ്പോഴേ നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ചാമ്പ നന്നായിട്ട് ഇങ്ങനെ ചാമ്പക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചാമ്പ മരത്തേൽ നല്ലോണം ഇങ്ങനെ കൊല പോലെ ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് കണ്ട ആകെ വാടിപ്പോയി. എനിക്ക് തോന്നണ അത്രക്ക് ചൂടാണെന്ന് തോന്നണേ. നല്ല ചൂടല്ലേ ഇപ്പം, അതിൻ്റെയാണ് തോന്നണത്. പിന്നെ എന്താണോ ഇങ്ങനെ ഇത് കണ്ട പിന്നെ പുഴുക്കടി പോലെ ഇത് കണ്ട നിറച്ചൊരു സൈസ് മാറാമ്പലൊക്കെ പോലെ പിടിച്ചിരിക്കണം. വേണ്ടില്ലേ, ആകെ വാടിപ്പോയി. ഒന്നിനും കൊള്ളൂല ഈ ചാമ്പക്ക. ചാമ്പക്ക കണ്ടില്ലേ, കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്താ പറയുക, ഒരു മധുരവും ഇല്ല, പുളിയില്ല, അങ്ങനത്തെ ഒരു ചാമ്പക്കയാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങി കുഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെ ഇതൊക്കെ വന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വെള്ളച്ചാമ്പ് വേണമെന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. അപ്പം മധുരമുള്ള വെള്ളച്ചാമ്പക്കയില്ലേ, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഉണ്ടായി വന്നപ്പോൾ വെള്ളച്ചാമ്പക്ക തന്നെയാണ്. പക്ഷേ എങ്കിൽ വേറൊരു ചാമ്പക്ക, ഒരു മധുരവും ഇല്ലാത്തൊരു സാധനം. പിന്നെ ഈ പറഞ്ഞ മാതിരി അതിങ്ങനെ ഉണ്ടായി കിടക്കണതാണ് നല്ല രസമുണ്ടാകും, നമുക്ക് പറിക്കാൻ തോന്നില്ല. അതാണ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഈ ചൂട് കൂടിയിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാടിയോണം ഇരിക്കുന്നു. ഞാനിപ്പോൾ ഒന്ന് നോക്കിയതാണ്, ആകെ വാടിപ്പോയത്. കണ്ടില്ലേ, ഞാൻ കാണിച്ചില്ലേ, ഇങ്ങനെ വാടിയോണം ഇരിക്കണേ. കാണാൻ പറ്റണ്ടോ? ഇങ്ങനെ കാണിച്ചാൽ കാണാൻ പറ്റൂല എന്ന് തോന്നണം. നേരത്തെ കാണിച്ച വീഡിയോയിലുണ്ട്. അവർ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങൾ മുറ്റത്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ക്ലാസ് പിന്നെ പഴയതുപോലെ തന്നെ ഫുട്ബോൾ കളി. അങ്ങനെ ഇതേ ഇപ്പോൾ അവരൊക്കെ വന്നിട്ട്, അപ്പോൾ വാപ്പിച്ച് ഉമ്മച്ചി റഹി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവുക കേട്ടോ. അപ്പോൾ ഈ എടപ്പള്ളിയിൽ ഇളമക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആയുർവേദ ക്ലിനിക് ഉള്ളത്. ഞാൻ മുമ്പ് 1-2 വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ റോഡുകളിൽ. അപ്പോൾ അതേ പോകുന്ന വഴിയിൽ ഒരു വലിയൊരു അമ്പലം ഉണ്ട്, നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അത് കാണാൻ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ആളുകളും അവിടെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലിനിക്കിൻ്റെ ആ റോഡ്, കുഞ്ഞു റോഡ്. അപ്പോൾ അതേ ആ തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അവിടെ നിന്ന് ചായയൊക്കെ വാങ്ങി കുടിക്കണ വീഡിയോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മളവിടെ എത്തിയപ്പോൾ ഉമ്മച്ചി മാത്രമേ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ഞാൻ കയറിയില്ല, ഞാൻ പുറത്താണ് നിന്നത്. അങ്ങനെ ഇതേ വേഗം തന്നെ ഉമ്മച്ചിയുടെ ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് വാപ്പിച്ച് പറഞ്ഞത്, അന്ന് നമുക്കൊന്ന് എറണാകുളത്തൊക്കെ പോകാം, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ ആ യാത്ര അങ്ങോട്ട് തിരിച്ചിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നല്ല തിരക്കായിരുന്നേ. പ്രത്യേകിച്ച് എറണാകുളത്തായതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏത് നേരത്ത് ഏത് സമയത്തും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ പതുക്കെ കേട്ടോ വണ്ടി പോയിക്കൊണ്ടിരിക്കണത്. അതാണിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ആ മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നിറച്ച് ഈ കുലുക്കി സർബത്തുകളുടെയൊക്കെ കടകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ നിറച്ച് ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല, ഫുള്ള് ആളുകളെ കൊണ്ട് നിറഞ്ഞേക്കായിരുന്നു, വണ്ടികളൊക്കെ നിറഞ്ഞിരിക്കും കേട്ടോ.
അങ്ങനെ നമ്മളൊരുവിധം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഇറങ്ങി. അപ്പോൾ അതേ പിള്ളേർക്ക് അവൽ മിൽക്ക് കുലുക്കി സർബത്തൊക്കെ വേണമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ വന്ന പാടെ തന്നെ ഫസ്റ്റ് കടയിൽ തന്നെ അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഓർഡർ കൊടുത്തു. അങ്ങനെ അവൽ മിൽക്ക് വാങ്ങി. അങ്ങനെ കുറേ ജ്യൂസും പല പല ടൈപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് ഓർഡർ കൊടുത്തേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല ചൂട് കപ്പലണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി. അങ്ങനെ അതേ നമുക്ക് ഓർഡർ ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ട് ആ ഭാഗത്ത്. ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പോൾ നിരനിരയായിട്ടാണ് കേട്ടോ ഇങ്ങനെ അവൽ മിൽക്കിൻ്റെ ഒക്കെ ഷോപ്പുകൾ ഇങ്ങനെ ആ ഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണത് അബ്ദുൽ കലാം മാർഗിലാണ് കേട്ടോ. അപ്പോൾ ഈ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് എല്ലാവരും ഈ ഭാഗത്തേക്കാണ് വരുന്നത്. മറ്റേ പാർക്കുകളൊക്കെ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. സുഭാഷ് പാർക്കും പിന്നെ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക് അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വേഗം തന്നെ അടക്കും. അപ്പോൾ ഇതാണെങ്കിൽ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഈവനിങ്ങിൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ ഭാഗം വരുന്നത്. അപ്പോൾ നല്ല തിരക്കാണ്ട്. അവിടെയൊക്കെ ബൈക്കുകളൊക്കെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിപ്പോൾ അതേ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇറങ്ങി. അപ്പം ഇതാണ് കേട്ടോ ഇങ്ങനെ കയറാനുള്ള ആ പാസേജ്. അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുകളൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 7:30 8 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരുപാട് ലേറ്റായിട്ട് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ആളുകൾ വന്ന് ഇങ്ങനെ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെന്ന പാടെ തന്നെ അതേ ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. അവൻ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മളിതേ വീണ്ടും നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ വോക്ക് ചെയ്യണത്. അപ്പോൾ ഇതിലൂടെ പോകുന്ന വോക്ക് വേ നല്ല രസമാണ് കേട്ടോ. രണ്ട് സൈഡിലേക്കും നല്ല ഭംഗിയാണ്. അപ്പോൾ കൂടുതൽ ആളുകളും ഈ ഭാഗത്തേക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇതുമാതിരത്തെ ഓരോരോ സ്തൂപങ്ങളും ഓരോ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ബാച്ചിലേഴ്സും ഫാമിലീസും അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടക്കണതൊക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ. അല്ലെങ്കിലും ഈവനിങ്ങിൽ കടൽക്കാറ്റേറ്റ് ഇങ്ങനെ നടക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിള്ളേർക്കാണെങ്കിലും ഇങ്ങനെ ഓടി നടക്കാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വെയിലുള്ള സമയത്തൊന്നും വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഈവനിങ്ങിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയും നല്ല സുഖമായിട്ട് നമുക്കിങ്ങനെ നടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ രാത്രി ഇങ്ങനെ സമയം കഴിയുന്തോറും ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ വോക്ക് വേയുടെ സൈഡിൽ തന്നെ ഇങ്ങനെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ താമസിക്കണവരൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങണതും അല്ലാതെ അവിടെ ഇങ്ങനെ പോണതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതേ നല്ല കായലിൻ്റെ കാറ്റേറ്റ് ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രായമായവരും ചെറുപ്പക്കാരും ഒക്കെ അവിടെ വന്നിങ്ങനെ എക്സസൈസ് ചെയ്യണതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അതുകൂടാതെ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇട്ട് ഇങ്ങനെ വന്നിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ വന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് ഇത് കണ്ടില്ലേ, ഹോട്ടൽ ഹയാത്താണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് DJ പാട്ടൊക്കെ വെച്ചിട്ട് കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോണത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല പാട്ടൊക്കെ കേൾക്കാം നമുക്ക് അവിടെ ഇരുന്നാൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടുകയും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല രസമുണ്ടോ അതൊക്കെ ഇങ്ങനെ കേൾക്കാം. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, 1-2 വീഡിയോയിലൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ അവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ വാപ്പിച്ചും ഉമ്മച്ചിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതേ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേനും ഇവിടെയൊന്നും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതവർ ലൈറ്റ് ഇടാത്തതാണെന്നാണ് കേട്ടോ തോന്നണത്. ഒരുപാട് ലേറ്റായിട്ട് ആളുകളൊക്കെ അങ്ങനെ അവിടെ വരാതെ വന്ന് അവിടെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് അവിടെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അധികം അങ്ങനെ മുന്നോട്ട് പോയില്ല കേട്ടോ. അങ്ങനെ വെളിച്ചമൊന്നും ഇല്ലാത്ത കാരണം പിന്നെ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു നടത്തം. പിന്നെ തിരിച്ച് നമ്മൾ നടക്കുക കേട്ടോ. അപ്പോൾ അതേ ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്, നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണതും നടക്കണതും ഒക്കെ നമുക്കിങ്ങനെ കാണാം. ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ബോട്ടുകളും പാട്ടൊക്കെ വെച്ചുള്ള ബോട്ടുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത് കാണാം. നല്ല രസമാണ് നമുക്കതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിള്ളേർ അവിടെ ഇങ്ങനെ ഫുള്ള് ഓടിക്കളിയൊക്കെ ഇരുന്ന് അങ്ങനെ എല്ലാവരും അങ്ങനെ ഞങ്ങൾ 3 പേരും അങ്ങനെ കുറേ നേരം അങ്ങനെ നടന്നു.
അപ്പോൾ വാപ്പിച്ചിയും ഉമ്മച്ചിയും റഹീം ഒരു സ്ഥലത്ത് ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് അങ്ങോട്ടാണ് നടക്കണത്. അപ്പോൾ ഇപ്പോൾ നടത്തവും ഞങ്ങളും ഒരുവിധമൊക്കെ നടന്നിപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതേ അവരവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ നമ്മൾ അറിയണ ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ വർത്തമാനവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോണവരോടൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയക്കാരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ ഉള്ളവരൊക്കെ, അങ്ങനെ അതൊക്കെ കണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബാക്കിൽ തന്നെ ഇരിക്കണതിൻ്റെ പുറകിലൊക്കെ നല്ല അടിപൊളി പാട്ടോടുകൂടി ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ പാട്ടൊക്കെ കേൾക്കാൻ. അപ്പോൾ അതേ അവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ അടുത്തൊന്നും ദേ ഈ പിള്ളേരെന്തോ ഒരു സാധനം വാങ്ങിയതാണ് കേട്ടോ. ഇതിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക പടക്കം പോലെ ഇങ്ങനെ പൊട്ടണ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ ഇവിടെയൊക്കെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അന്നൊന്നും നമ്മളിതൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ പിള്ളേർക്ക് ഒരു കൗതുകം തോന്നി അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ അതേ റഹീം അതേപോലെ തന്നെ ചെയ്ത് അങ്ങനെ ഓരോന്ന് പൊട്ടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി നിന്ന് അതിങ്ങനെ പൊട്ടിക്കും കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിങ്ങനെ കണ്ടിട്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇത് വാങ്ങി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ അനസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനസ് എന്തോ അത്യാവശ്യത്തിന് അവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഇപ്പം നമ്മുടെ അടുത്തേക്ക് വന്നേക്കും കേട്ടോ അനസും ഷീനുവും പിള്ളേരും. അപ്പോൾ അതേ ഐശ്യം അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ ആ പടക്കം പോലത്തെ സാധനം പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അതേ ബേബി ഇങ്ങനെ ഇടയ്ക്ക് നല്ല കരച്ചിലൊക്കെ ഉണ്ടാ ഇങ്ങനെ പുള്ളിക്കാരത്തി നല്ല കരച്ചിലൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്ന് അങ്ങനെ കുറേ നേരം പടക്കം പൊട്ടിക്കലും നല്ല രസമായിരുന്നു. പിള്ളേർക്ക് അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കുറേ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ബേബി നല്ല കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ നമ്മളിതേ പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഇതൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. മസാല ഇല്ലാണ്ടും മസാലയോട് കൂടിയൊക്കെ ഇങ്ങനെ പൈനാപ്പിൾ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബേബിക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കണം കേട്ടോ, എന്നാലുള്ളൂ അവളുടെ കരച്ചിൽ മാറുള്ളൂ. അതിനതേ നമ്മൾ മസാലയോട് കൂടിയ പൈനാപ്പിളൊക്കെ കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നല്ല എരിവും ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ അതൊക്കെ കഴിക്കാൻ നല്ല പാടൊക്കെ ആയിരുന്നു, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു. അങ്ങനെ വീണ്ടും പിള്ളേരും കളിയും നമ്മുടെ നടത്തവും വർത്താനം പറച്ചിലും അങ്ങനെ ഇന്നത്തെ ഈവനിങ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ അടുത്ത് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് എന്ത് ചെയ്താൽ അതൊന്നും കേൾക്കണ ഭാവം പോലും ഇല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കളി തന്നെയുള്ള ഓടിക്കളികളും ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേ നേരം പിള്ളേരുടെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടു. അങ്ങനെ പിള്ളേർ കുറേ നേരം അവിടെ നിന്ന് അങ്ങനെ കളിച്ചു. നമ്മൾ ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അതേ അങ്ങനെ നമ്മളിതേ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഡിന്നർ കഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോണ വഴിക്ക് അങ്ങനെ കയറണം. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന റെസ്റ്റോറൻറ്റൊന്നുമില്ല, ഏതെങ്കിലും ഒരു കടയിൽ കയറണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ലേറ്റായെങ്കിൽ പോലും റോട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കലൂര് പള്ളിയാണ് കേട്ടോ. ആ ഭാഗത്ത് എത്തിയപ്പോൾ കണ്ടില്ലേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എടപ്പള്ളി ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേനും ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയേക്കും കേട്ടോ. അപ്പോൾ അവിടെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ അതേ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. കുറേയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതേ അവിടെ ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നേ. ഒരു തട്ടുകട മോഡലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ പാലപ്പവും ബീഫും അപ്പാസ് ഇതൊക്കെ അവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ പൊറോട്ട ഓർഡർ ചെയ്തു. അപ്പോൾ അതേ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ നമ്മളിങ്ങനെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അതൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളിതേ ചില്ലി ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നേ. പിന്നെ അതേപോലെ തന്നെ നമ്മളിതേ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ബീഫ് ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേപോലെ തന്നെ നമ്മളിതേ ലെമൺ ടീയും കട്ടൻ ചായ ഇതൊക്കെ വാങ്ങി. പിന്നെ ചില്ലി ഗോപിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഫുഡും നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു.
അങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം കൊണ്ടാണ് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആകെ ടയേർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.